നമസ്കാരം സുഹൃത്തുക്കളെ, റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അർജൻറ്റീന രണ്ടാമത്തെ കളിക്കിറങ്ങുകയാണ്. എതിരാളികൾ ഓസ്ട്രിയയാണ്. യൂറോപ്യൻ ടീമിനെതിരെ കളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ മത്സരം എങ്ങനെയായിരിക്കുന്നത്? ഫ്രാൻസിൻ്റെ കളിയുണ്ട്. അപ്പം നമ്മളോടൊപ്പം കളി നിരീക്ഷകൻ ഷിയാബ് സാറുണ്ട്. വെൽക്കം ഷിയാബ് സാർ. ഇന്നത്തെ അർജൻറ്റീന മത്സരത്തിൽ എന്താ പ്രതീക്ഷ? കാരണം മറുഭാഗത്ത് ഓസ്ട്രിയയാണ്, ചെറിയ ടീമല്ല. തീർച്ചയായിട്ടും നല്ലൊരു ചെറുത്തോൽവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓസ്ട്രേലിയ ക്വാളിഫിക്കേഷൻ റൗണ്ടിലൊക്കെ നല്ല രീതിയിൽ ഓസ്ട്രിയ നല്ല രീതിയിൽ ഇപ്പോൾ ഒരു റുമേനിയായിട്ടുള്ള ഒറ്റ കളി മാത്രമാണ് തോറ്റത്. അതേപോലെ തന്നെ നല്ല രീതിയിൽ ഓസ്ട്രിയ എന്ന് പറയുന്ന ഒന്നുകൂടി നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കളിക്കാൻ ഒരു എന്താ പറയുക റിനൗണ്ട് ഒരു ടീമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ മത്സരത്തെ പോലുള്ള അൾജീരിയ പോലുള്ള അങ്ങനെ കളിക്കാൻ ഗോളടിപ്പിക്കാതിരിക്കുക എന്നുള്ളത് ലക്ഷ്യമായിട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അർജൻറ്റീനയെ സംബന്ധിച്ചുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. മാത്രമല്ല അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്യാനുള്ളൊരു കഴിവ് കൂടി അവർക്കുണ്ട് എന്നുള്ളതാണ്. അപ്പം അൾജീരിയ കൊടുത്ത പോലുള്ളൊരു സ്പേസ് എന്തായാലും ഓസ്ട്രിയ കൊടുക്കുന്ന പ്രതീക്ഷിക്കണ്ട. മാത്രമല്ല അവരുടെ സൂപ്പർ താരങ്ങൾ ഇപ്പം അവർക്ക് കോൺട്രാഡ് ലൈമർ ഉണ്ട്, നമ്മുടെ ബയൺ മ്യൂണിക്കിൻ്റെ. പിന്നെ ഡേവിഡ് അലാബ റയലിൻ്റെ, ഇപ്പോൾ അദ്ദേഹം റയൽ വിടുകയാണ്. പിന്നെ അതുപോലെ തന്നെ സാബിറ്റ്സർ ഉണ്ട്. അപ്പം അർണാട്ടോവിച്ച് ഉണ്ട്. റാൾഫ് റാഗ്നിക്കാണ് കോച്ച്. ഇടക്കാലത്ത് കുറച്ചു കാലം യുണൈറ്റഡിൽ കോച്ചായിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം കൊണ്ടും മികച്ചൊരു ടീമിനെയാണ് അർജൻറ്റീന നേരിടാൻ പോകുന്നത്. ഇപ്പോൾ അർജൻറ്റീനയുടെ ടീമിൽ ഇന്ന് ടാഗ്ലിയാഫിക്കോ ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൺഫേംഡ് ആണ്. അദ്ദേഹം ഫിറ്റ് ആയിട്ടുണ്ട്, പക്ഷേ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ആൾ വരാൻ സാധ്യതയുണ്ട്. മോണ്ടിലിൻ്റെ കാര്യത്തിൽ പരിക്കുണ്ടായിരുന്നു, പക്ഷേ റിക്കവർ ആയിട്ടുണ്ടെന്നാണ് ഇന്നലെ കോച്ച് പറഞ്ഞത്. സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയില്ല, മോളിനെ ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിലെ ഓൾമോസ്റ്റ് സെയിം ഡിഫൻസ്, പക്ഷേ ആ ഭാഗത്ത് മോളിനെ കളിക്കും എന്നുള്ളതാണ്. അപ്പോൾ ക്യൂട്ടി റൊമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ്, മെദീന, അതുപോലെ മോളിന. അപ്പോൾ എന്ത് പറയുന്നു ഈ ഇവരുടെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്ത് കളിയും ഓസ്ട്രിയ. അതെങ്ങനെ തടയുന്നുള്ളതാണ്. ഡിഫൻസിൻ്റെ കാര്യത്തിൽ ഒന്ന് അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് നേടിയതിലേറെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ്. ഫ്രാൻസിൻ്റെ ഫൈനൽ ഉണ്ടായിരുന്നു, അതേപോലെ നെതർലൻഡ്സ് പോലുള്ള ടീം ക്വാർട്ടർ ഫൈനൽ, നോക്കൗട്ട് സ്റ്റേജിലും ഗ്രൂപ്പ് സ്റ്റേജുകളിലൊക്കെ ആയിട്ട് ഒരുപാട് ആദ്യ മത്സരം സൗദിയായിട്ട് തോറ്റ് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പ് നേടിയത്. ഏകദേശം അതേ ടീം തന്നെയാണ് ഇപ്പോൾ 2026 വരുമ്പോൾ ടീമുള്ളത്. അപ്പോൾ വർഷങ്ങളായിട്ട് ഒരുമിച്ച് കളിക്കുന്ന ഒരു ടീമിൻ്റെ ഒരു ഒത്തിണക്കവും അവർക്ക് അങ്ങനെ കളിക്കാം, ഒരു ടീം എങ്ങനെ വരുമ്പോൾ അതെങ്ങനെ പ്രതിസന്ധി ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരുപാട് പരിചയസമ്പത്ത് അർജന്റീനയെ സംബന്ധിച്ചുള്ള നിലവിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഓസ്ട്രിയ ടീം എന്ന് പറയുന്ന നിലവിൽ വലിയൊരു പ്രശ്നമാകില്ല. തീർച്ചയായിട്ടും ഓസ്ട്രേലിയ ടീം അർജൻറ്റീനയുടെ കളി കണ്ടിട്ടുണ്ടാവും, അതനുസരിച്ചുള്ള ഒരു തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. പക്ഷെ എന്നാലും അർജൻറ്റീന നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട്, പക്ഷേ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല പ്രശ്നം. മെസ്സി അല്ലാതെ മറ്റാരുണ്ട് ഗോളടിക്കുക എന്നുള്ള ഒരു ചോദ്യമാണ് നിലവിൽ. ഡിഫൻസ് പ്രശ്നമില്ല എന്നാണ് സാറ് പറയുന്നത്. മധ്യനിരയാണെങ്കിൽ എൻസോ ഫെർണാണ്ടസും അലക്സിസ് മാക്കലിസ്റ്ററും റോഡ്രിഗോ ഡിബോളും തന്നെയാവുന്നുള്ള കാര്യം ഉറപ്പാണ്. മുന്നേറ്റത്തിൽ ഇന്ന് ചില മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള സൂചനയാണ് TYC സ്പോർട്സ് ഒക്കെ തന്നിട്ടുള്ളത്. അതായത് കഴിഞ്ഞ കളിയിൽ ലൗട്രോ ഫ്ലോപ്പായിരുന്നു. അപ്പോൾ ലൗട്രോനെ മാറ്റി ഇന്ന് ഹുലിൻ ആൽവരസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സൂചനകൾ. അതുപോലെ അൽമേഡയ്ക്ക് പകരം നിക്കോ ഗോൺസാലസിനെ ഇറക്കുമെന്ന് പറയുന്നു. അതാണ് കുറച്ചുകൂടി ഓസ്ട്രിയക്കെതിരെ ഫലപ്രദമാവുക എന്നുള്ളൊരു വിലയിരുത്തലാണ് കോച്ചുള്ളത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അപ്പോൾ പിന്നെ മെസ്സി, ഹുലിൻ ആൽവരസ്, നിക്കോ ഗോൺസാലസ്, അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു മുന്നേറ്റ നിര കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ മെസ്സി മാത്രമാണ് ഗോൾ അടിച്ചത്. കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് ഈ വേൾഡ് കപ്പിൽ മാത്രമല്ല, അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിലും കഴിഞ്ഞ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും മെസ്സി അല്ലാതെ നമുക്ക് മറ്റുള്ളവർ ഗോൾ അടിച്ചിട്ടില്ല എന്നുള്ളതല്ല, പക്ഷെ എന്നാലും നമുക്ക് മെസ്സിക്ക് അപ്പുറത്തായിട്ട് മാറ്റി നിർത്തിയിട്ട് നമുക്ക് എന്താ പറയുക വളരെ ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് വേറൊരു സ്കോർ എന്ന രീതിയിൽ പറയാൻ ആരാളുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം മാർട്ടിനസ് ഉണ്ടായിരുന്നു, ഗോൾ അടിച്ചിരുന്നു. ലൗട്രോക്ക് പരിക്ക് പറ്റി, പിന്നെ പകരം ഹുലിയൻ ഗോൾ അടിച്ചിട്ടുണ്ട്. എൻസോ ഫെർണാണ്ടസ് ഗോൾ അടിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഗോളടികളൊക്കെ ഉണ്ട്. പക്ഷേ മെസ്സിയെ പോലെ അതൊരു പ്രൊളിഫിക് ആയിട്ട് ഗോൾ അടിക്കാൻ പറ്റിയ വേറൊരാളുണ്ട്. കാരണം മെസ്സി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 39 വയസ്സായില്ല ഇപ്പോൾ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക, മെസ്സി ഇല്ലെങ്കിലും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ കളിയിൽ ഇപ്പോൾ ഓസ്ട്രേലിയൻ ടീം എന്ന് പറയുകയാണെങ്കിൽ പ്രസ് ചെയ്യാൻ അതേപോലെ തന്നെ ശക്തമായിട്ട് ഇപ്പോൾ മെസ്സിയെ പൂട്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താണ് മറുഭാഗത്ത് ഗോൾ അടിക്കാനുള്ള വേറൊരു ബി പ്ലാൻ എന്താണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ഒരു
പ്രൊളിഫിക് ആയിട്ട് ഗോൾ സ്കോർ ഇപ്പോൾ ലോത്തറോ മാർട്ടിനസ് ഇപ്പോൾ ഇന്റർ മിലാനിൽ അവിടെ പോയിട്ട് നല്ല രീതിയിലുള്ള ഫോമിലാണ് ഗോൾ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അർജന്റീനയ്ക്ക് വേണ്ടി ആ രീതിയിൽ പെർഫോം ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായിട്ടും മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബേർഡൻ എന്ന് മാറുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ പക്ഷെ ഞങ്ങൾ ഫാൻസൊക്കെ പറഞ്ഞത് എന്താ വെച്ചാലേ മെസ്സിനെ പൂട്ടുകയെ അതൊക്കെ മനുഷ്യ സാധ്യമായിട്ടുള്ള കാര്യമല്ല എന്നാണ്. പിന്നെ മെസ്സിക്ക് പകരം ആരെന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ കുറേ മാധ്യമങ്ങൾ എക്സ്പേർട്സൊക്കെ പറഞ്ഞത് മെസ്സിക്ക് പകരം നിക്കോപാസ് ഉണ്ട് എന്നാണ്. സാർ എങ്ങനെ കരുതുന്നുണ്ടോ മെസ്സിക്ക് പകരമാകുമോ നിക്കോപാസ്? ബ്രസീൽ ടീമിൽ എൻട്രിക്കിൻ്റെ അതേപോലെ മത്സര പരിചയങ്ങൾ ഇപ്പോൾ നില അർജന്റീൻ ടീമിലുണ്ടോ? ഇല്ല. അപ്പോൾ എൻട്രിക്ക് പോലെയുള്ളത് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കമ്പാരിസൺ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻട്രിക്കിനെ പോലും പരീക്ഷിക്കുന്നതിന് വളരെ പരിമിതപ്പെടുത്തിയിട്ടാണ് പരീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ നിക്കോപാസിന് അങ്ങനെയുള്ള രീതിയിലേക്ക് കോച്ച് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈവൺ മെസ്സിക്ക് പകരമായിട്ടുള്ള വേറെ ഫോർവേഡ്സ് പോലും കളിച്ചിട്ട് നല്ല പ്രൂവ് ചെയ്യണം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോച്ചിൽ സ്കലോണിക്ക് സ്വാഭാവികമായിട്ട് നിക്കോപാസ് പോലുള്ള പ്ലെയേഴ്സിലേക്ക് വരാനും ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് അവർക്കൊരു ചാൻസ് കൊടുക്കാനും ഉള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നിക്കോപാസ് തീർച്ചയായിട്ടും ഒരു ഭാവിയിലെ ഒരു ഫ്യൂച്ചർ പ്രൊസ്പെക്റ്റാണ്. പക്ഷേ അങ്ങനെയുള്ള റിസ്കുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കളിയും നല്ല രീതിയിൽ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ജോർദാനിലെ കളിയിലേക്കൊക്കെ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഏകദേശം ഇന്ന് ജയിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർജന്റീനയെ സംബന്ധിച്ചോളം ഈ മൂന്നാമത്തെ കളി ജോർദാനായിട്ട് കളിയിൽ ഇതേപോലെ തന്നെ പരീക്ഷണങ്ങളൊക്കെ നടത്താൻ പറ്റിയേക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൽ നിക്കോപാസ് മോശമാണെന്നല്ല നമ്മൾ വിലയിരുത്തുന്നത്. പക്ഷേ മെസ്സിക്ക് പകരം അടുത്ത മെസ്സി എന്നുള്ള രൂപത്തിലൊക്കെ കുറേ ആൾക്കാർ പൊലിപ്പിക്കുന്നത് കണ്ടു. അത് ആ പയ്യനെ ആവശ്യമില്ലാതെ പ്രഷറിലാക്കിയാൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ. കാരണം മെസ്സി എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. പിന്നെ വേറൊരു കാര്യം ശരിയാണ്, കോമോക്ക് വേണ്ടിയൊക്കെ നന്നായി കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം മെസ്സിയുടെ പകരക്കാരൻ അടുത്ത മെസ്സി എന്നൊന്നും പറഞ്ഞ് ആ പയ്യനെ നമ്മൾ വെറുതെ അനാവശ്യ സമ്മർദ്ദം കൊടുക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്നുള്ളതാണൊരു യാഥാർത്ഥ്യം. പിന്നെ ഇവിടെ ഇപ്പം അർജന്റീനക്ക് ഇൻറ്റൻസിറ്റി കുറവാണെന്ന് ആഞ്ചലോട്ടി പറഞ്ഞെന്നും പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട്. അതായത് ആഞ്ചലോട്ടി യഥാർത്ഥത്തിൽ പറയുന്നത് ഈ വേൾഡ് കപ്പ് വളരെ ഇൻറ്റൻസിറ്റിയോടുകൂടി കളിക്കുന്ന ടീമുകളുടേതാണ്, അധിക ടീമുകളും അങ്ങനെയാണ്. പക്ഷേ അർജന്റീന അങ്ങനെയല്ല. അവരത്ര അധികം ഒരു ഇൻറ്റൻസിറ്റിയിൽ കളിക്കുന്നില്ലെങ്കിലും അവർക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മുടെ പഴയ മാർട്ടിൻ പാലർമോ ഉണ്ടല്ലോ, പാലർമോ ഇപ്പം ജേർണലിസ്റ്റൊക്കെയാണ്. നേരത്തെ ഓർമ്മ ഉണ്ടാവും, കൊളംബിയക്ക് 3 പെനാൽറ്റി നഷ്ടപ്പെടുത്തി. അത് ഗിന്നസ് റെക്കോർഡാ. ഒറ്റ കളിയിൽ 90 മിനിറ്റ്സിൻ്റെ ഇടയിൽ 3 പെനാൽറ്റി നഷ്ടപ്പെടുത്തി. അപ്പോൾ പാലർമോ പറയുന്നത് ആഞ്ചലോട്ടി ശരിക്കും ബ്രസീലിൻ്റെ കാര്യം ആണ് നോക്കേണ്ടത്. ബ്രസീലിലാണ് ഈ പ്രശ്നങ്ങളുള്ളത്. അർജന്റീനയ്ക്ക് ഈ ഇൻറ്റൻസിറ്റിയുടെ പ്രശ്നമൊന്നുമില്ല. ബോൾ പൊസിഷൻ ഉള്ളപ്പോൾ അവർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇനി ബോൾ ഇല്ലെങ്കിൽ റിക്കവർ ചെയ്യാൻ ആ ഒരു ഇൻറ്റൻസിറ്റി കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫീൽ ഉണ്ട്. അതായത് അർജന്റീനയുടെ കളിക്ക് ആ ഒരു ഇൻറ്റൻസിറ്റി കുറവുണ്ട് എന്നൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടില്ല. അർജന്റീനയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ലയണൽ മെസ്സിയുടെ ആക്ച്വലി എന്താ പറയുക, ലയണൽ മെസ്സിയുടെ പുറകെ ഒരു ടീമായിട്ട് എല്ലാവരും ഒരേപോലെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ബോള് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യാൻ, വിൻബാക്ക് ചെയ്യാൻ, അതേ രീതിയിൽ ആവശ്യമുള്ളിടത്ത് എങ്ങനെയാണ് അഗ്രഷൻ കാണിക്കുന്നത്, ഇത് രീതിയിലൊക്കെ കഴിഞ്ഞ ലോകകപ്പിൽ ഈ വേൾഡ് കപ്പിൽ എങ്ങനെ ചെയ്യേണ്ടതിനെ കുറിച്ച് അവർക്കറിയാം. പക്ഷേ ഇപ്പോൾ ഒരൊറ്റ മത്സരം കൊണ്ട് അർജന്റീനയെ വിലയിരുത്താൻ പറ്റില്ല. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഒന്ന്, അവർക്ക് ആ രീതിയിലുള്ള സമ്മർദ്ദം വന്നിട്ടില്ല. കാരണം തുടക്കത്തിൽ അവർക്ക് ലീഡ് കിട്ടി, നല്ല രീതിയിൽ മെസ്സി പെർഫോം ചെയ്തു, മറ്റുള്ള ഒരു കോൺഫിഡൻസോട് കൂടി ടീം കളിക്കാൻ പറ്റി. ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അണ്ടർ പ്രഷർ നമ്മളിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെളിവാകുക. അപ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 8 വർഷക്കാലം 4 വർഷം തുടർച്ച 2022 വേൾഡ് കപ്പും അവിടെ നിന്നുള്ള കാലയളവും ഒരുമിച്ച് കളിച്ചിട്ടുള്ളത് എക്സ്പീരിയൻസും അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനൊക്കെ തരണം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇൻറ്റൻസിറ്റി എന്നൊക്കെ പറയുന്ന ആവശ്യത്തിനനുസരിച്ച് ചെയ്യാവുന്ന കാര്യമാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് അതിൽ. പക്ഷേ ആഞ്ചലോട്ടി പറഞ്ഞത് മറ്റൊരു തരത്തിൽ, അതിപ്പോൾ 2 വീക്ഷണങ്ങളാണ്. ഇപ്പോൾ സ്കലോനിയോട് തന്നെ ചോദിച്ചു, ആഞ്ചലോട്ടി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്താ പറഞ്ഞു. അപ്പം സ്കലോനി പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, ആഞ്ചലോട്ടി അത് അദ്ദേഹത്തിൻ്റെ നേറ്റീവ് ലാംഗ്വേജിലല്ല പറഞ്ഞത്, ഇറ്റാലിയനും പോർച്ചുഗീസും സ്പാനിഷും എല്ലാം കൂടി മിക്സ് ചെയ്ത് പറഞ്ഞപ്പോൾ അത് എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് നമുക്ക് വ്യക്തമാവാതെ പോയൊരു പ്രശ്നമേ ഉള്ളൂ. ശരിക്കും അതൊരു ക്രിറ്റിസിസം അല്ല, ഒരു കോംപ്ലിമെൻ്റ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നതെന്ന് സ്കലോനി പറയുന്നത്. പക്ഷേ ആഞ്ചലോട്ടിയോടുള്ള ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് സംസാരിച്ചതാണ്. പാലർമോക്ക് അങ്ങനെ റെസ്പെക്റ്റിൻ്റെ കാര്യമൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് കുറച്ച് അഗ്രസീവായി മറുപടി പറഞ്ഞതും ആവണം. ഏതായാലും ഇപ്പോൾ ഇതിൽ അർജന്റീന വേൾഡ് കപ്പിൽ നിന്ന് പുറത്താവലാണ് ബുദ്ധിമുട്ട് എന്നാണ് പറയുന്നത്. അതായത്
പുറത്താവില്ല എന്നാ. അപ്പോൾ ഇത് 3 പോയിന്റ് ഓൾറെഡി ഉണ്ടല്ലോ. ഇന്നത്തെ കളി സമനിലയായാലും അർജന്റീന റൗണ്ട് ഓഫ് 16 ഉറപ്പാക്കും. ഇന്നത്തെ കളി അടുത്ത 2 കളി തോറ്റാൽ പോലും മേ ബി മികച്ച 3 സ്ഥാനക്കാരിൽ ഒരു ടീമായിട്ട് കയറാനുള്ള സാധ്യത ഉണ്ടെന്നും ആണ് ഇപ്പോൾ ഉള്ള കണക്കിൽ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അർജന്റീന പുറത്താവാനാണ് ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ അർജന്റീനക്ക് ഈ കളികളിലൊക്കെ തന്നെ കുറച്ചുകൂടി പരീക്ഷണങ്ങൾ ലൈനപ്പിലൊക്കെ വരുത്തിക്കൂടായിരുന്നോ ശരിക്കും കോച്ചിനെ? വേൾഡ് കപ്പ് ഒരു പക്ഷെ അനാവശ്യ റിസ്കിലേക്ക് പോകണ്ട എന്നുള്ള ഒന്നാമത് മെസ്സിയുടെ ഒരു പ്രായം, മെസ്സി എങ്ങനെ പെർഫോം ചെയ്യുന്നതിനെ കുറിച്ച് ഒരു പക്ഷേ സ്കലോണിക്ക് തന്നെ സംശയം ഉണ്ടാവണമെന്നില്ല, പ്രതിഭയിൽ യാതൊരു ഇതില്ല. കാരണം ഫ്രണ്ട്ലി അതേപോലെ തന്നെ ഇതിനു മുമ്പ് കോമ്പറ്റീറ്റീവ് മത്സരം എന്ന് പറയാവുന്നത് കോപ്പ അമേരിക്ക 2024 പിന്നെ അതിനുശേഷമുള്ള ഒരു ഹൈ പ്രൊഫൈൽ മാച്ച് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വേൾഡ് കപ്പാണ്. എങ്ങനെയാണ് സർക്കംസ്റ്റൻസ് എങ്ങനെയാണ് നമുക്ക് സാഹചര്യങ്ങൾ എങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഫസ്റ്റ് മത്സരം അർജന്റീന തോറ്റത് മെസ്സി ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ എന്താ പറയുക നല്ല കളിയെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ വർഷത്തിൽ ഇപ്പോൾ ഈ ആദ്യ കളിയിൽ ഇപ്പോൾ എങ്ങനെയാണ് വരിക എന്നതിനെ കുറിച്ച് ഒരു പക്ഷേ ഒരു വ്യക്തമായിട്ട് ധാരണ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ തന്നെ ഒരു പക്ഷേ റിസ്ക് എടുക്കാൻ ഇപ്പോൾ ചാൻസുകൾ ഉണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ മത്സരം നല്ല ഇതിപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം സ്കലോണിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ആത്മവിശ്വാസം കിട്ടുന്നതാണ് ആദ്യ മത്സരം മികച്ചൊരു മാർജിനിൽ മെസ്സി പെർഫോം ചെയ്തു എന്നുള്ളത് ഇതൊക്കെ നൽകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത മത്സരങ്ങളിൽ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ മത്സരം തന്നെ ആദ്യ പകുതിയൊക്കെ ഒരു പക്ഷേ അർജന്റീനക്ക് ലീഡൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് അങ്ങനത്തെ ഒരു അഡ്വഞ്ചറസ് ആയിട്ട് ചില കാര്യങ്ങളിലേക്ക് സ്കലോണി പോകാം. പിന്നെ മൂന്നാമത്തെ മത്സരം വിജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പരീക്ഷണങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് വരാമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഇപ്പം മെസ്സിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അസുഖത്തിൻ്റെ വിഷയങ്ങളൊക്കെ ഉണ്ട്. മെൻ്റലി അദ്ദേഹത്തിന് കുറേ ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെയാണ് കടന്നുപോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം കുറച്ച് റെസ്റ്റൊക്കെ കൊടുത്തേക്കാം, ഒരു 60 മിനിറ്റൊക്കെ കളിപ്പിച്ചൊക്കെ പിൻവലിച്ചേക്കാം. അത് മാച്ച് എങ്ങനെ പുരോഗമിക്കുന്നതനുസരിച്ച് അതല്ല ഓസ്ട്രിയ നല്ല പണി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ പിൻവലിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. സാർ എന്തായാലും പറഞ്ഞ പോലെ ജോർദാനെതിരെ നമുക്ക് നല്ല മാറ്റങ്ങൾ ഒരു പക്ഷേ പ്രതീക്ഷിക്കാവുന്നതുമാണ്. അപ്പോൾ ഇനി ഇന്നിപ്പം ഫ്രാൻസിൻ്റെ കളിയുണ്ട്. എംബാപ്പയോട് ഇന്നലെ ചോദിക്കുന്നുണ്ട്, നിങ്ങളും മെസ്സിയും കൂടി ഒരു മത്സരമായോ? കാരണം 16 ഗോളായി ഇപ്പം മെസ്സി, എംബാപ്പെ 14 ഗോളായി. എംബാപ്പെ മെസ്സിയും പെലെയും മറികടന്നു പലരും ടൈറ്റിൽ കൊടുത്ത് കഴിയുമ്പോഴേക്കും മെസ്സി 3 ഗോൾ അടിച്ചിട്ട് എംബാപ്പയെ മറികടന്ന് 16 ഗോളിലേക്ക് എത്തുകയാണ്. നിങ്ങൾ തമ്മിലുള്ള ഒരു മത്സരം ആയോ എന്ന് ചോദിക്കേണ്ട. അപ്പോൾ എംബാപ്പെ എനിക്കങ്ങനെ മത്സരമൊന്നുമില്ല, കാരണം മെസ്സി ആരാന്ന് എനിക്കറിയാം, മെസ്സി ഇത് ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ടീമിന് വേണ്ടി ഗോൾ അടിക്കുക, എനിക്ക് വേൾഡ് കപ്പ് വേണം, അതാണ് ലക്ഷ്യം എന്ന് പറഞ്ഞത്. അതൊക്കെ ആണെങ്കിലും ഒരു മെസ്സി എംബാപ്പെ മത്സരം ഈ റെക്കോർഡിന് വേണ്ടി ഇപ്പോൾ ഇവിടെ അറിഞ്ഞോ അറിയാതെ ബോധപൂർവ്വമോ അല്ലാതെയോ തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പ് മുതലുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് മുതൽ ഫൈനലിൽ പരസ്പരം ഗോളടിച്ചും ഒക്കെയുള്ള മത്സരം ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഈ വേൾഡ് കപ്പിലേക്ക് വരുമ്പോഴും അതേപോലെ ആദ്യ മത്സരങ്ങളിൽ തന്നെ മെസ്സി ഹാട്രിക് അടിക്കുന്നു, എംബാപ്പെ 2 ഗോൾ അടിക്കുന്നു. തീർച്ചയായിട്ടും വേൾഡ് കപ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവമാണിത്. ഇവർ തമ്മിൽ ഒരു റൈവൽറി അത് കോൺഷ്യസ് അല്ലെങ്കിൽ കൂടി അവരവർ പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വരാം. അപ്പോൾ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു എന്താ പറയുക ഏറ്റവും വലിയൊരു പ്ലെയറാണ് എംബാപ്പെ എന്ന് പറയുന്നത്. മെസ്സി എന്ന് പറയുന്നത് അർജന്റീനയുടെ അവരുടെ ഏറ്റവും മികച്ച പ്ലെയറും. സ്വാഭാവികമായിട്ടും അവർ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന അവർ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവരിന്ന് റിസൾട്ട് വരികയാണ്. അപ്പം അതൊരു പക്ഷേ ബോധപൂർവമുള്ള റൈവൽറി ആവണമെന്നില്ല, അല്ലാതെ തന്നെ വരാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗോൾ അത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ വേൾഡ് കപ്പിൽ ഇപ്പം മെസ്സി എംബാപ്പെ മറികടന്നില്ലെങ്കിലും വരുന്ന വേൾഡ് കപ്പുകളോട് കൂടി എംബാപ്പെ റെക്കോർഡ് സ്വന്തമാക്കും. പരിക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇനി കളിച്ചാൽ. ഇതിപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 3ാമത്തെ മാത്രം വേൾഡ് കപ്പ് ആയിട്ടേ ഉള്ളൂ. ഓൾറെഡി 14 ഗോൾ എന്ന് പറഞ്ഞാൽ നല്ല പ്രൊളിഫിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്ട്രൈക്കർ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഭാവിയിൽ അത് എംബാപ്പയ്ക്കുള്ള റെക്കോർഡാണ് എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. ഇന്നിപ്പോൾ ഇറാഖിനെതിരെ ആണ് ഫ്രാൻസ് കളിക്കാനുള്ളത്. ഇറാഖിൻ്റെ കോച്ച് പറഞ്ഞത് എംബാപ്പയും ഫ്രാൻസിനെയും തടയാൻ എന്താണ് പ്ലാൻ ഉള്ളതെന്ന് വെച്ചപ്പോൾ ഞാൻ ഫിഫയോടെ ചോദിക്കട്ടെ 3 ഗോൾ കീപ്പർമാരെ ഇറക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇറാഖിനെ അങ്ങ് തീർത്ത് പോവും ഫ്രാൻസിൽ നിന്ന് അവർ തന്നെ സമ്മതിക്കുന്ന പോലെ. ഇതിലിപ്പോൾ ഏഷ്യൻ ടീം ഇറാഖ് വർഷങ്ങൾക്ക് ശേഷമാണ്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ ഇപ്പോൾ സൗദിയെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ജപ്പാനും കൊറിയയും ഒരു പരിധിവരെ ഇറാൻ ഒഴികെയുള്ള ബാക്കിയുള്ള ഏഷ്യൻ കൺട്രീസൊക്കെ യൂറോപ്യൻ കൺട്രീസിനെതിരെ ചെറുത്ത് റെസിസ്റ്റ് ചെയ്യുന്നതിൽ എന്തോ ഒരു പോരായ്മ തോന്നിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ഒരു സ്ഥിരത ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇറാഖ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
ഒരു വലിയ രീതിയിലുള്ളൊരു പെർഫോമൻസ് ഒന്നും ഫ്രാൻസിന് ചെയ്യാൻ പറ്റും തോന്നണില്ല. ഇപ്പോൾ ഇന്നലത്തെ കളിയിലേക്ക് നമ്മളിപ്പോൾ സ്പെയിൻ്റെ കളി വെച്ച് വരികയാണെന്നുണ്ടെങ്കിൽ സൗദിയുടെ കാര്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡിഫെൻഡ് ചെയ്യണോ വേണ്ടയോ വളരെ കൺഫ്യൂഷന് തുടക്കം മുതൽ പ്രകടനം. എനിക്ക് തോന്നുന്നു അതാണ് ആ സ്പെയിനിൻ്റെ ഒരു സമഗ്ര ആധിപത്യത്തിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിഫെൻസ് ഉള്ള രീതിയിൽ പൂർണ്ണമായിട്ടുള്ള ഡിഫെൻഡ് ചെയ്യുക എന്നുള്ള ഒരു പ്ലാനിൽ, ഫിക്സഡ് പ്ലാനിലേക്ക് പോയാൽ മതിയായിരുന്നു. എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഗോൾ എന്നുള്ളതാണ്. അത് ഇടക്കാലത്ത് വെച്ച് ഈ വേൾഡ് കപ്പ് തൊട്ടുമുമ്പ് വെച്ച് കോച്ചിനെ മാറ്റി അവിടെ ലീഗിൽ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ പിടിച്ച് കോച്ചാക്കി ഒക്കെ അങ്ങനെയൊക്കെ വന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീനയെ തോൽപ്പിച്ചു എന്നതിൻ്റെ അപ്പുറത്തേക്ക് കഴിഞ്ഞ വേൾഡ് കപ്പിൽ അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ കുറേ ഹൈപ്പ് ഇപ്പം സൗദി പ്രോ ലീഗ് ഉള്ളതുകൊണ്ട് സൗദി എന്തോ ഫുട്ബോളിൽ കാണിക്കും എന്നൊക്കെ പലർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് ഇന്നലെ സ്പെയിന് പച്ചയായ സത്യം അതാണെന്നുള്ളതാണ് തുറന്ന് കാണിച്ചത്. പക്ഷെ അങ്ങനെയല്ല ജപ്പാനും സൗത്ത് കൊറിയ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന വ്യത്യാസം. പിന്നെ ഇറാൻ പോരാടി നിൽക്കുന്നുണ്ട്. ഇറാൻ പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവരിപ്പോഴും നേരിടുന്നത് ഇന്നും ഇന്നലത്തെ കളിക്ക് ശേഷവും കോച്ച് അത് തുറന്ന് പറയുന്നുണ്ട്. നന്നായി ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ ആ ഒരു ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള പ്രശ്നങ്ങൾ. അടുത്ത കളിയോടുകൂടി ശരിയാവുമെന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ കളികൾ നോക്കുമ്പോൾ നമ്മളൊരു പ്രൊഡിക്ഷൻ ലെവലിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അർജന്റീനക്ക് ഈസി വിന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഈസി വിൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഓസ്ട്രിയ മറ്റുള്ള കളികൾ വിലയിരുത്തിയിട്ടുണ്ടാവും. ഒരു പ്രസ്സിങ്ങും ഡിഫെൻസും അതേപോലെ കൗണ്ടർ അറ്റാക്കൊക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അൾജീരിയയായിട്ട് നമുക്കിപ്പോൾ ഒരിക്കലും അർജന്റീനയുടെ കളി അങ്ങനെ ഒരു ഏകപക്ഷീയാവുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. അതെ 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 ഓക്കെ. പക്ഷേ അൾജീരിയ അങ്ങനെ സ്കോർ ലൈനാണ് ഈ ഏകപക്ഷീയമായത്. പക്ഷെ അവര് ഫസ്റ്റ് ഹാഫിലൊക്കെ അവർ പരസ്പരം കളിക്കാൻ അനുവദിച്ചിട്ടുണ്ടെന്നുള്ളത്. അർജന്റീന അൾജീരിയ കളിക്കാൻ അനുവദിച്ചിട്ടുണ്ട്, അൾജീരിയ അതാണ്. അപ്പൊ ആ രീതിയിലേക്കുള്ള ഇപ്പൊ അർജന്റീന അങ്ങനെ കളിപ്പിക്കും എന്നെനിക്ക് തോന്നുന്നില്ല, കളിപ്പിക്കാൻ അനുവദിക്കും തോന്നുന്നില്ല ഓസ്ട്രേലിയക്കെതിരാകുമ്പോൾ. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മികച്ച ഗോൾ ലൈന്, പക്ഷെ ഗോൾ ലൈന് ചിലപ്പോൾ എങ്ങനെയാണ് പല രീതിയിലും ഗോളുകൾ വന്നേക്കാം എന്നുള്ളതാണ്. എന്നാലും വലിയൊരു മാർജിനിൽ ഇന്ന് അർജന്റീനക്ക് ജയിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷെ വലിയൊരു മാർജിനിലൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഒരു 2-1 മാർജിനിലൊക്കെ അർജന്റീന ജയിക്കുമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2-1 അർജന്റീന എന്നാണ് സാറിൻ്റെ ഒരു പ്രൊഡിക്ഷൻ. ഇന്നലെ സ്പെയിനിൻ്റെ നമ്മൾ 4-0. അതെ അതെ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ പറയുന്ന സാറ് പറയുന്ന പല സ്കോർ ലൈനും കറക്റ്റായി വരുന്നുണ്ട്. കഴിഞ്ഞ കളി 4-0 സ്പെയിൻ്റെത് പ്രൊഡിക്റ്റ് ചെയ്തു. അത് തന്നെ സംഭവിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് ഇറാഖാണ്. ഇതെന്തായാലും ഫ്രാൻസിന് ഈസി വിന്നാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ത് വരും സ്കോർ ലൈൻ? ഫ്രാൻസ് കഴിഞ്ഞ കളിയിലെ സെക്കൻഡ് ഹാഫോടുകൂടി താളം കണ്ടെത്തിയിട്ടുണ്ട് എന്താണെന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കളിയിൽ നല്ലൊരു രീതിയിൽ ഇറാഖിനെ ഒരു 3 ഗോളിനെങ്കിലും തോൽപ്പിക്കും എന്നുള്ളതാണ് തോന്നുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും. നോർവേ വേഴ്സസ് സെനഗൽ മാച്ച് നാളെ പുലർച്ചെ ഉണ്ട്. സെനഗലിന് ഫ്രാൻസിനെതിരെ ഫസ്റ്റ് ഹാഫ് നന്നായി കളിക്കാൻ പറ്റി, ലീഡെടുക്കാനുള്ള അവസരങ്ങൾ അവർ നഷ്ടപ്പെടുത്തി. സെക്കൻഡ് ഹാഫിൽ ഫ്രാൻസ് കയറി പണി കൊടുത്തു പോയി. നോർവേ ആണെങ്കിൽ അവരുടെ ഏർലിംഗ് ഹാലൻഡിൻ്റെ ബ്രേസും ഒക്കെ ആയിട്ട് അവർ നന്നായിട്ട് കളിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ സെനഗലിൽ നിലനിൽക്കണമെങ്കിൽ ഒരു ജയം ആവശ്യമുണ്ട്. നോർവേ വിട്ടുകൊടുക്കില്ല. എന്ത് സംഭവിക്കും? റിസൾട്ട് ഒരു 2-2 സമനിലയാണ്. 2-2 സമനിലയാണ് സാറ് പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. പക്ഷെ സെനഗലിന് അത് മതിയാവുമോ എന്നുള്ളതാണ് ചോദ്യം. ഫസ്റ്റ് കളി സെനഗൽ തോറ്റത് കൊണ്ട്, സാദിയോ മാനക്കൊക്കെ ഒരുപാട് ഫാൻസ് ഉള്ളതുകൊണ്ട് അതൊരു സങ്കടകരമായിരിക്കും സെനഗൽ നേരത്തെ പുറത്തു പോകുകയെന്ന് പറഞ്ഞാൽ. പിന്നെയുള്ള ജോർദാൻ വേഴ്സസ് അൾജീരിയ, അത് അർജന്റീനയുടെ ഗ്രൂപ്പിലെ മത്സരമാണ്. അത് അൾജീരിയക്ക് തന്നെ അല്ലേ ഒരു, അതോ ഇനി ജോർദാൻ എന്തെങ്കിലും അത്ഭുതം? സാധ്യത അൾജീരിയക്ക് തന്നെയാണ്. ഇപ്പോൾ ഏഷ്യൻ കൺട്രി ഇതുപോലെ ജോർദാൻ പോലുള്ള ആദ്യമായിട്ട് ക്വാളിഫൈ ചെയ്യുന്ന രാജ്യങ്ങളും, പിന്നെ അൾജീരിയ മുമ്പ് ലോകകപ്പ് കളിച്ചു, പിന്നെ ആഫ്രിക്കൻ കൺട്രീസ് ഒന്നും കൂടി ഇങ്ങനെയുള്ള ഏഷ്യൻ കൺട്രീസിനെതിരൊരു ചെറിയൊരു ഡോമിനൻസ് കാണിക്കാറുണ്ട്. അപ്പോൾ അവിടെ അൾജീരിയക്കാണ് സാധ്യത. ഒരു സ്കോർ ലൈൻ പറഞ്ഞാൽ, സ്കോർ ലൈൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ഗോളിന് ജയിക്കും 2-0 അൾജീരിയ. അപ്പം തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അൾജീരിയക്ക് ജോർദാനെതിരെ നല്ല ആധിപത്യത്തിന് എല്ലാ സാധ്യതയുണ്ട് എന്തായാലും. അപ്പോൾ നമ്മൾ ബാക്കി നാളെ ഈ കളി എന്താവും എന്നുള്ളത് നോക്കുകയാണ്. 2-1 പറഞ്ഞത് അർജന്റീനയുടെ സ്കോർ ലൈൻ പറഞ്ഞത് 2-1 പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നോക്കി വെക്കണം. പല സ്കോർ ലൈനും കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്ത ആളാണ് പറയുന്നത് അർജന്റീന 2-1 ജയിക്കുമെന്ന്. കാണാം നമുക്ക് നാളെ കൂടുതൽ മാച്ചിൻ്റെ റിവ്യൂവുമായിട്ട്.